T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി സൂപ്പർ 8 മത്സരങ്ങളാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത്. നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേക് ശർമ്മ തന്നെയാണ്. കാരണം അഭിഷേക് ശർമ്മ ഇപ്പോൾ തുടർച്ചയായി 3 മത്സരങ്ങളിൽ ഡക്കായിട്ട് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ലോകകപ്പിന് മുമ്പ് വരുന്ന സമയത്ത് അഭിഷേക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓപ്പണിംഗ് പൊസിഷനിൽ ഒരു സംശയങ്ങൾക്കും അല്ലെങ്കിൽ താരത്തിന്റെ ഒരു സ്ഥാനത്തെ കുറിച്ചിട്ട് ഒരു സംശയം നമുക്ക് ഉണ്ടായിരുന്നില്ല. മറുവശത്ത് സംശയം ഉണ്ടായിരുന്ന ഇഷാനോ സഞ്ജു എന്നുള്ള ഒരു ചർച്ചകളായിരുന്നു. സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ മാറ്റിയിട്ട് ഇഷാൻ ടീമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലവില് പലരും ഈ ലോകകപ്പിന്റെ ടോപ്പ് റൺവേട്ടക്കാരനാകും എന്നൊക്കെ വിശേഷിപ്പിച്ച ഒരു താരം ഗ്രൂപ്പ് ഘട്ടത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കും. എനിക്ക് തോന്നുന്നു ഈ കരിയറിൽ ആദ്യമായിട്ട് അഭിഷേകിനെ മാറ്റണം, സഞ്ജുവിന് അവസരം കൊടുക്കണം എന്ന രീതിയിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു എന്നുള്ളതാണ് ഈ നെതർലൻഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. നെതർലൻഡ്സിനെതിരെ നമുക്കറിയാം മത്സരത്തിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ഒരു വഴി കാണിച്ചു കൊടുത്തിരുന്നു അഭിഷേകിനെ എങ്ങനെ പുറത്താക്കണം എന്നുള്ളത്. സൽമാൻ അലി ആകെ ഫസ്റ്റ് ഓവർ പതിവില്ലാതെ വരികയും അഭിഷേക് ആ ഒരു കെണിയിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ ഒരു ട്രാപ്പ് തന്നെ നെതർലൻഡും പരീക്ഷിക്കും, ആര്യന്തത്തിന് ആദ്യ ഓവർ പന്തെറിയാൻ ഏൽപ്പിക്കുമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പല അനാലിസിസുകളിലും അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ അഭിഷേകിനെ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിഷേകിനെ എങ്ങനെ പുറത്താക്കണം എന്നുള്ളത് ഈ തന്ത്രങ്ങള് ഇപ്പൊ മറ്റുള്ള ടീമുകൾ നമ്മൾ കരുതുന്ന പോലെയല്ല. പക്ഷെ ഇപ്പോഴും അഭിഷേകിനെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. പിന്തുണക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ലോകകപ്പ് പോലൊരു വേദിയിൽ ഇങ്ങനെ 1 or 2 ഒക്കെ മനസ്സിലാക്കാം, അതിനപ്പുറത്തേക്ക് ഒരു 10 റൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 റൺ എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇപ്പോ നോക്ക്, ലോകകപ്പിന്റെ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു മത്സരം മാത്രം കളിച്ച സഞ്ജു നേരിട്ട് അത്രയും പന്തുകൾ തന്നെയാണ് ഒരു മത്സരം അഭിഷേകിന് നേരിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. 8 പന്തുകൾ. അഭിഷേക് അതില് എടുത്തിരിക്കുന്നത് അതെ റണ്ണൊന്നും എടുത്തിട്ടില്ലെങ്കിൽ സഞ്ജുയോട് 22 റണ്ണ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് സൂപ്പർ 8 മത്സരങ്ങളാണ് ഇനി വരുന്നത്. ഇനി ഈ പറയുന്ന പോലെ പരീക്ഷണങ്ങൾക്ക് പറ്റിയൊരു ഇതല്ല, ഇനി കളിക്കുക ജയിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാലേ മുന്നേറാൻ സാധിക്കൂ. എന്താണ് തോന്നുന്നത് ഇപ്പോ ഈ പറയുന്ന ചർച്ചകളൊക്കെ വേണ്ടതാണോ? സഞ്ജുവിനെ കൊണ്ടുവന്നിട്ട് അഭിഷേകിനെ മാറ്റണം എന്ന് പറയുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വേണ്ടത് തന്നെയാണോ? ഈ ചർച്ചകൾ നമുക്കൊരു 2 ആഴ്ച മുന്നേ ആണെങ്കിൽ ഈ ചർച്ചകൾ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. കാരണം അഭിഷേകിനെ മാറ്റിയിട്ട് പകരം സഞ്ജുവിനെ കളിപ്പിക്കാന്നുള്ള ആ വാദം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അഭിഷേകിന്റെ അഭിഷേക് ഈ ഫോർമാറ്റിലെ 1ാം നമ്പർ ബാറ്റ്സ്മാനാണ്. മികച്ച രീതിയിൽ കളിച്ചിട്ടാണ് അദ്ദേഹം ലോകകപ്പ് സ്ക്വാഡിലേക്ക് എത്തുന്നത്. ഇത് സൈഫ് നേരത്തെ പറഞ്ഞാൽ തന്നെ നേരത്തെ ഗില്ലായിരുന്നു, പിന്നെ സഞ്ജു ആയിരുന്നു, പിന്നെ ഇഷാം വന്നു. അങ്ങനെ ഒരു എൻഡിലെ പേര് മാറി മാറി വരുമ്പോഴും ഓപ്പണിങ്ങിൽ അത് അഭിഷേക് തന്നെ സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ചെറിയൊരു കരിയറിൻ്റെ ഒരു സ്പാനിടയിൽ തന്നെ അദ്ദേഹം അത് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്നാണ് കീഴിൽ പറഞ്ഞത്. നമുക്കറിയാം ക്രിക്കറ്റിൽ എപ്പോഴും എന്ത് സംഭവിക്കാം, ഫോം ഔട്ടൊക്കെ താരങ്ങൾക്കാവാം. പക്ഷേ ഇവിടെ ഇപ്പം പറഞ്ഞാൽ 8 പന്താണ് ഈ ടൂർണമെൻറ്റിൽ ആദ്യം 3 മത്സരങ്ങളിൽ നിന്ന് അഭിഷേക് നേരിട്ടത്. 1 റൺസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ 4 ബോളും 3 ബോളും നേരിട്ടൊക്കെ ഇന്നലെ കഴിഞ്ഞ മത്സരങ്ങൾ നമ്മൾ കണ്ടു വിക്കറ്റ് പോകുന്നത്. താരത്തിനെ എങ്ങനെ വീഴ്ത്താമെന്ന് എതിർ ടീമുകൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ എങ്ങനെ മറികടക്കുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അഭിഷേകിനെ മാറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അടുത്ത മത്സരത്തിൽ അഭിഷേകിനെ മാറ്റിയിട്ട് ഒരു പരീക്ഷണത്തിന് ഇന്ത്യ പെട്ടെന്ന് തയ്യാറാവുന്നത്. കാരണം ഇപ്പം നമുക്ക് പുതിയ റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അഭിഷേക് 1ാം നമ്പർ തുടരുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയൊരു ഒരു ഹൈപ്പ് പോയിന്റിന്റെ ഒരു ഡിഫറൻസ് ആണ്. 2ാം സ്ഥാനത്തുള്ള താരമായിട്ടുള്ള അദ്ദേഹത്തിന് ഡിഫറൻസ് അത്രയ്ക്ക് ഉണ്ട്. ഒരു ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ഉണ്ടാക്കിയ പോയിന്റ് അത്ര വലുതായിരുന്നു. കാരണം അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയിരുന്നു. ഓപ്പൺ റോളിൽ പവർ പ്ലേയിൽ എന്താണോ വേണ്ടത് കൃത്യമായി ചെയ്ത് അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചാണ്. പക്ഷേ ഈ പറയുമ്പോൾ ഒരു വലിയ വേദിയിലേക്ക് വരുമ്പോൾ 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാറ്റം ആവശ്യപ്പെടുന്നതിൽ തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമ്മൾ ചോദിച്ച പോലെ പിന്നെ എന്താണ് കരുതുന്നത്, ചർച്ച വേണമെന്ന് വെച്ചാൽ ചർച്ച ആവശ്യമാണ്. നമ്മൾ 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ടീം എന്തായാലും കപ്പടിക്കും, അല്ലെങ്കിൽ 4 മത്സരം ജയിച്ചിട്ട് സൂപ്പർ 8ലേക്ക് പോകും. അവിടെ നിന്ന് ജയിച്ച് 3 മത്സരങ്ങൾ ജയിച്ചിട്ട് സൂപ്പർ 4ലേക്ക് എത്തി, അവിടുന്ന് ഫൈനലെത്തി കപ്പടിക്കുന്നു നമ്മൾ ഉറപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞത് ഈ ടോപ്പ് ഓർഡറിൽ പ്രശ്നമുണ്ട്, മധ്യനിരയിൽ പ്രശ്നമുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അഭിഷേകിൻ്റെ തന്നെയാണ്. അഭിഷേകിൻ്റെ പനിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം പനി ബാധിച്ച് വന്നു. ഇന്നലത്തെ മത്സരത്തിൽ അഭിഷേകിന് വിശ്രമം കൊടുത്ത് സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സഞ്ജു അല്ല, അഭിഷേക് തന്നെ ഫോം എടുക്കാൻ അവസരം കൊടുക്കണം. പക്ഷേ ഇന്നലെ ഇഷാൻ വിക്കറ്റ് പോയി നമ്മൾ കണ്ടിരുന്നു. അത് ദൗർഭാഗ്യമായിരുന്നു വേണം പറയാൻ വേണ്ടി വരും. പക്ഷേ അഭിഷേകിൻ്റെ കാര്യം അങ്ങനെയല്ല. അഭിഷേകിന് ഇപ്പം പറഞ്ഞാൽ തന്നെ ആര്യത്തിനെ കൊണ്ടുവരുന്നു, എങ്ങനെ വീഴ്ത്തണമെന്ന് കൃത്യമായ ധാരണയുടെ ഒരു പന്തെറിയുന്നു, ആ ട്രാപ്പിൽ അങ്ങ് വീഴുന്നു. അപ്പം അടുത്ത മത്സരത്തിലേക്ക് സൗത്ത് ആഫ്രിക്ക, വിൻഡീസ്, സിംബാബ്വെ ഈ 3 ടീമുകളാണ് നമുക്ക് വരുന്നത്.
അതിൽ വിൻഡീസും സൗത്ത് ആഫ്രിക്കയും മികച്ച ടീമുകൾ തന്നെയാണ്. സിംബാബ്വേയും തള്ളിക്കളി ചെറുതായി കാണുന്നില്ലെങ്കിൽ കൂടി. അപ്പം അതിലേക്ക് വരുമ്പം ഇനിയിപ്പോൾ 2 മത്സരം ജയിച്ചാലേ നമുക്ക് പറ്റൂ. ഓരോ മാസം നിർണായകമാണ്. അപ്പം മികച്ചൊരു 11 പ്ലേയിങ് 11 തന്നെ ഇറക്കേണ്ടതുണ്ട്. ഇപ്പോൾ സഞ്ജു അഭിഷേകിനെ പരിക്കുവരുമ്പോൾ ഇറങ്ങി സഞ്ജു 8 പന്തിൽ 22 റൺസ് എടുത്തിട്ടുണ്ട്. നമീബിക്കെതിരെ മികച്ച രീതിയിൽ സ്കോർ ചെയ്ത് തുടങ്ങാൻ നമ്മൾ കണ്ടിരുന്നു. സഞ്ജു അതിന് മുമ്പിൽ മത്സരങ്ങളുടെ ഫോം നമുക്കറിയാം, ഫോം ഔട്ടായിരുന്നു നമുക്കറിയാം. പക്ഷേ എങ്കിൽ കൂടി ഇങ്ങനെ തുടർച്ചയായി ഡെക്കളാവുന്ന ഒരു അവസ്ഥയിലേക്ക് സഞ്ജു എത്തിയിരുന്നില്ല. അപ്പം നിലവിൽ ഇത് നോക്കുമ്പോൾ ഏറ്റവും മോശം T20 ലോകകപ്പിൽ തന്നെ ഏറ്റവും മോശം റെക്കോർഡിലേക്കാണ് അഭിഷേക് പോകുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മത്സരത്തിൽ സഞ്ജുവിന് ഏറ്റവും കൂടുതൽ റെക്കോർഡിലെ ടീം കൂടി ദക്ഷിണാഫ്രിക്കയാണ്. 2 സെഞ്ചുറി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്ക സീരീസിൽ ഗില്ല് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗില്ലിന് പരിക്കുപറ്റിയിട്ട് സഞ്ജു കളിച്ച ആ ഒരു ഇന്നിങ്സിൻ്റെ പേരിലാണ് സഞ്ജു വീണ്ടും ടീമിൽ സ്ഥാനം ഉറപ്പിച്ചത്. നമുക്കറിയാം ന്യൂസിലാൻഡിനായിട്ട് സ്ഥാനം ഉറപ്പിച്ചതും ലോകകപ്പിലേക്ക് സ്ഥാനം ഉറപ്പിച്ചതും. അപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് വീണ്ടും എതിരാളികൾ ഫസ്റ്റ് സൂപ്പർ 8 വരുന്നത്. അപ്പോൾ അവിടെ സഞ്ജുവിന് കൊടുത്താൽ സഞ്ജുവിന് തിരിച്ചു കയറാൻ വേണ്ടി പറ്റും. അഭിഷേകിനെ പോലെ ദക്ഷിണാഫ്രിക്കയുടെ അഭിഷേക് ഇപ്പം ഫ്ലോപ്പ് ആവില്ലാതൊരു വിശ്വാസമുണ്ട്. അപ്പം അത് കൊടുത്താൽ തെറ്റില്ല. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു മാനേജ്മെൻറ്റ് എന്തായാലും അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യും. കാരണം സഞ്ജുവിൽ നിന്ന് ഒരു സ്ഥിരതയില്ലാത്ത താരത്തിൽ പേരുണ്ട്. അഭിഷേക് ഇപ്പോൾ ഒന്നും മങ്ങിയിട്ടുണ്ടെങ്കിലും അഭിഷേക് ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തൊരു ഓറയുണ്ട്, അത് നിലനിൽക്കും. അപ്പം അടുത്ത മത്സരത്തിലും ചിലപ്പോൾ അഭിഷേക് തന്നെ കളിച്ചേക്കാം. അതിലും പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് ചിലപ്പോൾ സഞ്ജുവിന് അവസരം ലഭിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലഭിക്കണം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു കാര്യം ഇത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മുടെ എതിരാളികളെല്ലാം ചെറിയ രാജ്യങ്ങളായിരുന്നു, കുഞ്ഞൻ രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പാകിസ്ഥാനെ മാറ്റി നിർത്തി കഴിഞ്ഞു. പാകിസ്ഥാനും നമുക്കറിയാം നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇന്ത്യൻ ടീമിന്റെ ഒരു പെർഫോമൻസ് പരിഗണിക്കുന്ന സമയത്ത് അത് ഇന്ത്യൻ ടീമിന്റെ അടുത്തൊന്നും എത്താൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇപ്പൊ നോക്ക്, അഭിഷേക് ഇല്ലാതെയും ഇന്ത്യ മത്സരങ്ങൾ, അഭിഷേകിന്റെ പെർഫോമൻസ് ഇല്ലാതെയും ഇന്ത്യ മത്സരങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് സഞ്ജുവിന് അല്പം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം, കാരണം അഭിഷേക് ഇല്ലാതെ ഇന്ത്യക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. പക്ഷെ സൂപ്പർ 8 എതിരാളികൾ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും മത്സരങ്ങൾ നമ്മൾ അഭിഷേകിനെ പരീക്ഷിച്ചിട്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ അഭിഷേകിനെ മാറ്റാനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം ആ ഒരു സംഭവം തന്നെയാണ് സിദ്ധാൻഷു കൊടക്, അതായത് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനായിട്ടുള്ള സിദ്ധാൻഷു കൊടക് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അഭിഷേകിന് അവൻ്റെതായ കൃത്യമായ പ്ലാൻ ഉണ്ട്. നമ്മൾ ടീം പ്രതീക്ഷിക്കുന്നത് 10 ബോളിൽ 30 റൺ അടിക്കുന്ന ഒരു അഭിഷേകിനെയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വിക്കറ്റുകൾ നഷ്ടമായേക്കാം എന്നാണ് ടീം പറയുന്നത്. പക്ഷെ രവിശാസ്ത്രിനെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവില് നോക്ക്, ഒരു എന്തൊക്കെ പറഞ്ഞാലും എല്ലാ മത്സരങ്ങളും ഡക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരത്തെ സംബന്ധിച്ചിട്ട് അതൊരു കോൺഫിഡൻസ് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ അടിക്കാൻ നോക്കി ഔട്ടായി എന്നുള്ളത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നോക്ക്, നമ്മള് ഇത് പിന്നെ ഈ മത്സരങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ഈ സ്കോർ എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്നത് 7 കളി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ 5 ഡക്കാണ് കിടക്കുന്നത്. ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു 2ാമത്തെ മാസം കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ ഫെബ്രുവരി പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ഡക്ക് എന്ന് പറയുന്ന റെക്കോർഡിന്റെ ഒക്കെ ഒപ്പം എത്തുക, ഇന്ത്യൻ താരത്തിന്റെ റെക്കോർഡിന്റെ ഒക്കെ ഒപ്പം എത്തുക എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം. മറുവശത്ത് ഇപ്പൊ ഇന്ത്യൻ ടീം പറയണ അഭിഷേകിന് കൃത്യമായ പ്ലാൻ ഉണ്ട്, അവൻ കളിക്കട്ടെ, 10 ബോൾ 30 അടിക്കട്ടെ, അല്ലെങ്കിൽ 0 എടുത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ആ മൈൻഡ് സെറ്റിന്റെ പ്രശ്നം എന്താണെന്ന് പ്രശ്നം, അതെ നമുക്ക് അവിടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല ഫ്ലോയിൽ പോവുകയാണെങ്കിൽ ഈ തന്ത്രം ഓക്കെയാണ്. ഇപ്പൊ അഭിഷേക് എല്ലാ കളിയിലും ഒരു 10 ബോളിൽ 25-30 ആ ഒരു റേഞ്ചിലാണ്. ഞാൻ പറയുന്നത് ലോങ് ഇന്നിങ്സ് അല്ല, ഒരു റൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ എടുക്കണ്ടേ, എന്നിട്ടല്ലേ ഒരു ഈ മത്സരത്തിൽ കളിച്ചു, അടുത്ത മത്സരം ഔട്ടായി, അടുത്ത ദിവസം തിരിച്ചു തന്നെ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 7 മത്സരം ഒറ്റ ഇന്നിംഗ്സിൽ 68 അടിച്ചിട്ടുണ്ട്, ഒരു ഇന്നിംഗ്സിൽ 30 എന്തോ ബാക്കി 30 എന്തോ സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിലാണ്, ബാക്കി 5 ഇതിലുണ്ടക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ബാറ്ററുടെ പണി എന്താണ്? അഭിഷേകിനെ പോലുള്ള ഒരു താരത്തിന്റെ, ഒരു ഓപ്പണർ ബാറ്ററുടെ പണി എന്താണ്? റൺ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാതെ പോവുക എന്ന് പറയുന്നത്, ഈ എനിക്കറിയില്ല സിദ്ധാൻഷു കൊടക് എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത് എന്നുള്ളത്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മാത്രമല്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വേണ്ടത് നെതർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ അഭിഷേക് ഒരു സിംഗിൾ എടുക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മളിത് പറഞ്ഞാണ്. അഭിഷേക് ഒരു സിംഗിൾ എടുക്കട്ടെ. രവിശാസ്ത്രി പറയുന്നത്, ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങളാരത് പറയാന്ന് ചോദിക്കും. പക്ഷെ അല്ല, അതെ, പക്ഷെ നമുക്ക് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ നമുക്കിപ്പോ തോന്നുന്നത് അഭിഷേക് ഒരു 5 റൺ എടുത്താൽ പോലും അഭിഷേക് അക്കൗണ്ട് തുറന്നല്ലോ എന്നുള്ള ആശ്വാസം നമുക്കുണ്ടാവും. ഇതിപ്പം മോശം റെക്കോർഡാണ്. ആദ്യത്തെ ലോകകപ്പ് കളിച്ച ആദ്യത്തെ 3 മത്സരങ്ങളിലും പിന്നെ ഡക്കായി പോകുന്ന പറയുമ്പോൾ ഏറ്റവും മോശം. എനിക്ക് തോന്നുന്നത് അവര് താരം മൈൻഡിൽ വെച്ചിട്ടുള്ളത് ബൗണ്ടറിയിലൂടെ സ്കോർ ചെയ്ത് തുടങ്ങണം എന്നുള്ളത്. എങ്കിൽ ഒരു ബൗണ്ടറി അടിക്കട്ടെ,
അല്ല അതും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സഞ്ജുവിന്റെ ഒരു പേര് വീണ്ടും ഇവിടെ വരുന്നത്. അത് അഭിഷേകായിട്ടാണ് അതിന് വഴി വെക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം നിലവില് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തപ്പോൾ ഒരിക്കൽ പോലും അഭിഷേകിന് പകരം അല്ലെങ്കിൽ സഞ്ജുവിനെ കൊണ്ടുവരാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗില്ലിന് പകരം പറഞ്ഞിട്ടുണ്ട്. ഇഷാന് പകരം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്ത് പറയുമ്പോൾ നിങ്ങൾ സഞ്ജുവിന് വേണ്ടി പറയുന്നത്, സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നത് കമന്റ് വരുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഗില്ലിന് പകരം കൊണ്ടുവരുന്നത് എത്രയോ ഉണ്ട്. ഒന്ന് പോയി തരുമോ ഗില്ലെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇഷാനെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇഷാനെ തിരിച്ചു അത്ര ഗംഭീരമായിരുന്നു. സഞ്ജു കളിച്ച് കളി പിടിക്കണം പറഞ്ഞത്. അതുകൊണ്ട് ഇഷാനെ മാറ്റി കളി കളിപ്പിക്കുന്നു പറഞ്ഞില്ല. ഇപ്പം ലേറ്റൊടുവിൽ അഭിഷേകിന് പരിക്ക് പറ്റിയപ്പോഴാണ് കളിപ്പിച്ചത്. അതിന് പിന്നെ അടുത്ത വർഷത്തിൽ ഉണ്ടാവില്ല നമ്മൾ ഉറപ്പായിരുന്നു. നമ്മൾ ആവശ്യപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം എങ്ങനെയാണ്. പക്ഷേ നിലവിലിപ്പം നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞതിൽ ഒരിക്കൽ പോലും ഈ ഒരു കഴിഞ്ഞ ലോകകപ്പ് ശേഷി കൊണ്ട് സഞ്ജു അഭിഷേക് നമ്മൾ സഞ്ജു ഷേഖ് എന്നൊക്കെ പറഞ്ഞ കോംബോ ഒക്കെ വന്ന ശേഷം ഒരിക്കൽ പോലും അഭിഷേകിന് വരെ സഞ്ജു ആണെന്നുള്ള വാദം ആരും നമ്മൾ നല്ല ഒരാളും ഉന്നയിച്ചിട്ടുണ്ടാവില്ല. കാരണം അഭിഷേകിൽ നമുക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പം അഭിഷേകായിട്ട് പറയുന്നു. അഭിഷേകിനെ മാറ്റി നിർത്താൻ വേണ്ടി വാദിക്കാൻ വേണ്ടി അഭിഷേക് നിർബന്ധിതരാക്കുവാണ് നമ്മളെ. അതെ അഭിഷേകിന്റെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോകം 1-ാം നമ്പർ ബാറ്ററാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വന്ന റാങ്കിങ്ങിൽ അഭിഷേക് 1-ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. 891 റേറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത് അഭിഷേകിന്. ഈ ഫിൽസാൾട്ട് 2-ാം സ്ഥാനത്തുള്ള ഫിൽസാൾട്ടിന് 808 പോയിന്റേ ഉള്ളൂ. അപ്പൊ അഭിഷേക് കുറച്ച് കാലമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. ആ ഒരു പ്രകടനം എത്രത്തോളം അതായത് മറ്റു താരങ്ങളെ പിന്നിലാക്കാൻ താരത്തിന് അഭിഷേകിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ വ്യക്തമാക്കുന്നത്. പക്ഷെ ICC നടത്തുന്ന ഇതുപോലത്തെ ഒരു ഇവന്റിൽ ഇത്രയധികം എക്സ്പോസ്ഡ് ആവുന്നത് എവിടെയോ എന്തോ ചെറിയ പാളിച്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പുനർവിചിന്തനം ചെയ്യണമെന്ന് സംശയമില്ല. അതിന് ടൈമാണിത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ 2 മത്സരത്തിൽ ആദ്യ മത്സരം ഡക്കാവുന്നു, അടുത്ത മത്സരം നഷ്ടപ്പെടുന്നു, പനിമൂലം നഷ്ടപ്പെട്ടു. 3-ാം മത്സരം ഒന്ന് ഡക്കാവുമ്പോൾ തന്നെ ഒന്ന് നോക്കണം. ഈ പറഞ്ഞ തന്നെ ഒന്ന് സിംഗിൾ എടുത്ത് ആദ്യത്തെ ബോളൊന്ന് നോക്കി ഒന്ന് മുട്ടി ഒരു റൺ എടുത്തിട്ട് അവർ അക്കൗണ്ട് തുറന്നിട്ട് പിന്നെ പവർ ഹിറ്റിന് ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ അഭിഷേകിനെ സ്വന്തമായ ശൈലി കളിക്കട്ടെ. അതിനില്ലാണ്ട് ഈ ഒരു എന്തിനാ പിടിവാശി വഹിക്കുന്നത്? അതാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ രവിശാസ്ത്രി പറയുന്ന കാര്യം അതാണ്. സിംഗിൾ ഇട്ട് കളിക്കട്ടെ, സിംഗിൾ ഇട്ട് കളിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ, അതായത് എതിരാളികൾക്കെതിരെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നേടിയെടുത്തതിന് ശേഷം അഭിഷേകിനെ അടിച്ചു തുടങ്ങാം. ഇപ്പൊ ഞാനൊരു സെനാരിയോ അടുത്ത ഒരു വരാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം പറയാം. അതായത് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള മത്സരത്തിൽ എന്തായാലും സഞ്ജുവിനെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഇനി ഈ മത്സരങ്ങൾ നടക്കാനുള്ള 2-3 ദിവസങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ഈ വിഷയം ഉന്നയിക്കും. ഒരുപാട് ആളുകൾ പറയും സഞ്ജുവിനെ പകരം അഭിഷേകിന് പകരം സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന് പലരും ഇനിയുള്ള ദിവസങ്ങളിൽ പറയാൻ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഇത് തന്നെ ഉണ്ടാവുക. പക്ഷെ അഭിഷേകിന് ഒരു അവസരം കൂടി, അല്ലെങ്കിൽ അഭിഷേകിന് ഒരു അവസരം കൂടി എന്നല്ല, അഭിഷേകിനെ തന്നെ ദക്ഷിണാഫ്രിക്കക്കെതിരെ കളിപ്പിക്കാനാണ് സാധ്യത. കാരണം അഭിഷേകിന് അവിടെ തിളങ്ങാൻ കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഇമ്പാക്റ്റ് എങ്കിലും അഭിഷേക് ഉണ്ടാക്കിയിട്ട് ഇന്ത്യ മത്സരം വിജയിക്കുകയാണെങ്കിൽ അഭിഷേക് സേഫ് ആയിരിക്കും. പിന്നീടുള്ള ഈ ലോകകപ്പിൽ സഞ്ജുവിന് ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതേസമയം അടുത്ത മത്സരത്തിൽ അഭിഷേക് ഇമ്പാക്ട് ഉണ്ടാക്കാതിരിക്കുകയും ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. കാരണം സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒരു മത്സരം ഈ ലോകകപ്പിൽ ഇതുവരെ മത്സരം പരാജയപ്പെട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയുമ്പോൾ ആൾക്കാരേക്ക് ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെയല്ല, ഇന്ത്യ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നലെ 17 റൺസാണ് ജയിച്ചത്. പിന്നെ നമുക്ക് പാളിച്ചുണ്ട്. നമ്മൾ കുഞ്ഞൻ ടീമോട് കളിച്ചിട്ടൊക്കെ നമ്മൾ ജയിച്ചേ ഉള്ളൂ. ഈ നല്ലൊരു ടീമിനോട് വരുമ്പോൾ നമ്മൾ ലോകകപ്പ് അടിക്കാത്ത ടീമാണോ അടിക്കാത്ത ടീമാണെന്നോ അല്ലെങ്കിൽ ഈ ടീം ഏറ്റവും മോശം ടീമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഏറ്റവും പെർഫെക്റ്റ് ടീം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ വേണ്ടി പറ്റില്ല. ചില പോരായ്മകളുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഈ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള മത്സരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അഭിഷേക് ഒരു വലിയൊരു ഇന്നിങ്സ് കളിക്കാതിരിക്കുകയും ഇന്ത്യ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സിംബാബ്വെക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന രീതിയിലുള്ള വലിയ ഇത് നടക്കും. അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഇപ്പൊ അഭിഷേകിന്റെ പണിയാണ്. അഭിഷേക് എടുക്കേണ്ടത്, നമ്മളിപ്പോ ഇവര് ഓവർ അനാലിസിസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്, പക്ഷെ എന്ത് അനാലിസിസ് ചെയ്യാൻ എന്താണുള്ളത് എന്നുള്ളതാണ്. സിദ്ധാംശുക്കൊക്കെ പറയുന്നത് ഞങ്ങളിപ്പോ ഓവർ അനാലിസിസ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ 4 പന്തും 3 പന്തും നേരിടുന്ന അല്ലെങ്കിൽ ഗോൾഡൻ ആവുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അനാലിസിസ് ചെയ്യാനുള്ളത് എന്നുള്ളത് ശരിക്കും ഓവർ അനാലിസിസ് ചെയ്യേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്തിട്ട് താരത്തിന് ഏറ്റവും ഇത് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരു ബോളർ എന്താണ്, എങ്ങനെയാണ് അത് ആ ഒരു ഇതിനെ കടക്കും. ഇപ്പൊ സ്പിൻ കെണിയാണെങ്കിൽ ആ സ്പിൻ ട്രാപ്പിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മള് ഇപ്പോ സഞ്ജു ഇത് തന്നെ ആയിരുന്നില്ല, പിന്നെ എന്താണ് സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നുള്ള ചോദ്യം എന്തായാലും ഉയർന്നു. ഈ പറഞ്ഞ ഇപ്പൊ സഞ്ജുവിടെ ഇപ്പൊ ആദ്യ മത്സരം സഞ്ജു ഒരു മത്സരം കളിച്ചുള്ളൂ. അതിലങ്ങനെ മോശമല്ലാത്ത തുടക്കം നൽകാൻ വേണ്ടി വരുന്നത്. അധികം വലിയൊരു ഇന്നിംഗ്സ് അല്ല, 8 പന്തിലാണ് 22 റൺസ് എടുത്തത്. അത് കളിക്കുമ്പോൾ പക്ഷെ
സഞ്ജുവിന്റെ ഒരു ആ മത്സരം നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലുള്ള എല്ലാ മത്സരങ്ങളും നോക്കി കഴിഞ്ഞാൽ സഞ്ജു വളരെ സിമ്പിൾ ആയിട്ടാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നത്. അതായത് അന്ന് നോക്ക് സഞ്ജുവിന് അത്രയും 3 സിക്സ് അടിച്ചിട്ട് പിന്നെ സിക്സ് അടിക്കാൻ നോക്കേണ്ട ഒരു കാര്യമില്ല. വളരെ നോക്കി ശ്രദ്ധിച്ച് കളിക്കാവുന്ന ഒരു തരക്കേടില്ലാത്ത ഒരു ഇന്നിങ്സ്. ബാറ്റിംഗ് പരിശീലനം പറഞ്ഞാൽ സഞ്ജുവോട് ആവശ്യപ്പെടുന്ന ഇതാണ് ടീം. ഈ സഞ്ജുവിന് ആവശ്യപ്പെടുന്നതാണെങ്കിൽ പോലും അത് സഞ്ജു പോലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് ആ ഷോട്ട് എടുത്തത്. അതായത് ആ അടിക്കണം വേണ്ടെന്നുള്ളത്. അങ്ങനല്ല, നമുക്ക് മെന്റലി ഒരു അത് ഷോട്ട് എടുക്കണം എന്നുള്ളത് ഷോട്ട് എടുക്കണം. ഇപ്പൊ 10 ബോളിൽ 28 റൺ എടുക്കുക പറയുമ്പോ എല്ലാ ബോളും സിക്സ് അടിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ബോളും അല്ലെങ്കിൽ 10 ബോളിൽ 30 എന്ന് പറയുമ്പോ എല്ലാ ബോളും സിക്സ് അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ശ്രദ്ധിച്ച് കിട്ടുന്ന പന്തുകൾ. ഇപ്പൊ നോക്ക് 10 ബോളിൽ 30 അടിക്കാൻ പറഞ്ഞിട്ട് നീ 15 ബോളിലാണല്ലോ 30 അടിച്ചെന്ന് ആരും ചോദിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞല്ല, അത് ആ ഒരു വിക്കറ്റ് ടീം ആവശ്യപ്പെടുന്ന ചിലപ്പോൾ താരങ്ങൾ അങ്ങനെ വന്നേക്കാം. എങ്കിൽ കൂടി ഇപ്പൊ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ അഭിഷേകിന് ഇങ്ങനെ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ പരീക്ഷിക്കേണ്ട ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഉണ്ട്, അത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പോന്നുള്ള സാധനം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുമെങ്കിൽ കൂടി അങ്ങനെ ഒരു സാധനം അവിടെ വർക്കാവും. പിന്നെ വിക്കറ്റ് കീപ്പിംഗിലായാലും വിശാലുണ്ടെങ്കിൽ സഞ്ജു ആയാലും കുഴപ്പമില്ല, ടീമിൽ ആളുണ്ട്. അപ്പം ഇന്ത്യക്ക് ഓപ്പണർ കളിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയൊന്നുമില്ല. വലിയ ടൂർ വരില്ല, ടീമിൽ ഒരു താരം അവിടെ ഉണ്ട്. ആ താരം ഒരു മത്സരത്തിൽ എന്ത് വന്നാലും അഭിഷേകിനേക്കാളും മികച്ചൊരു പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത മത്സരം അഭിഷേക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഭിഷേക് തിരിച്ചു വരുന്നത് തന്നെയാണ്. അടുത്ത ദിവസത്തെ അദ്ദേഹം അഭിഷേകിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുവരെ നമുക്ക് ഇത്രയും ഇതോട് കൂടിയിട്ട് നമുക്ക് അഭിഷേകിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഇതുവരെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഈ തുടർച്ചയായി 2 ഡെക്കുകൾക്ക് ശേഷവും അതെ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ് അഭിഷേകിന്റെ ഒരു കഴിവ് എന്നുള്ളത് അഭിഷേക് തെളിയിച്ചായിരുന്നു. നമ്മൾ നെതർലാൻഡിനെതിരെ ഞാൻ പേഴ്സണലി അഭിഷേക് ഒരു സെഞ്ചുറി ഒക്കെ അടിക്കുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നടന്നില്ല എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ നഷ്ടപ്പെട്ടു. അതെ, എന്തായാലും അടുത്ത ഒരു മത്സരത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം, നമുക്കറിയാം. കാരണം തീർച്ചയായിട്ടും ഇന്ത്യ നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് ക്രിക്കറ്റിനെ അനലൈസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഇന്ത്യയുടെ തന്ത്രങ്ങൾ ഉണ്ടാവും, ഇന്ത്യക്ക് അതിനനുസരിച്ച് പ്ലാനുകൾ ഉണ്ടാവും. പക്ഷെ അഭിഷേകിനെ സംബന്ധിച്ച് ഇനിയും ഈ പറയുന്ന പോലെ നിരാശപ്പെടുത്തുകയാണെങ്കിൽ ഈ രീതിയിൽ ആയിരിക്കില്ല വിമർശനങ്ങൾ ഉയർന്നു വരിക എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. വലിയ വിമർശനങ്ങൾ ഉയരും. അത് ഒരു മാത്രമല്ല, നമ്മൾ ലോക ക്രിക്കറ്റിന്റെ മുന്നിൽ അഭിഷേകിനെ സംബന്ധിച്ച് അഭിഷേകിന്റെ ഒരു ഇതുണ്ട്, ഒരു ഇമേജ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ പല ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആണെങ്കിലും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആളുകൾ പോലും അഭിഷേകായിരിക്കും. അതെ 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 അതായത് റിക്കി പോണ്ടിങ് പറയുന്നുണ്ട് പണ്ട് ഈ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഭിഷേകിനെ അന്ന് 17-ാം വയസ്സിൽ സൺറൈസേഴ്സിന് ഡൽഹി അഭിഷേകിനെ കൊടുക്കുന്ന സമയത്ത് ശിഖർ ധവാന് പകരമായിട്ട് 3 താരങ്ങളെ കൊടുത്ത കൂട്ടത്തിൽ അഭിഷേക് ഉണ്ടായിരുന്നു. അത് അന്ന് നല്ല പ്രകടന അഭിഷേക് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നിട്ടും അഭിഷേകിനെ കൊടുത്തതിനോട് പോണ്ടിങ്ങിന് എതിർപ്പുണ്ടായിരുന്നെന്ന് പോണ്ടിങ് വെളിപ്പെടുത്തിയതൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ലോകകപ്പിന്റെ ഏറ്റവും മികച്ച താരമാകും എന്ന് പലരും വിശേഷിപ്പിച്ച ഒരു താരമാണ് ഈ ഒരു അവസ്ഥയിലുള്ളത്. എന്തായാലും അഭിഷേകിന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.